മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമുക്കറിയാം PC ജോർജിനെ ലവ് ജിഹാദി വിഷയത്തിൽ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് SUPI പോപ്പുലർ ഫ്രണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ PC ജോർജിനെതിരെ പരാതികളൊക്കെ ആയിട്ട് രംഗത്ത് വന്നുകൊണ്ടിരുന്നു. ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് സഭ മനസ്സിലാക്കിക്കൊണ്ട് സഭ രംഗത്തെത്തിയിട്ട് PC ജോർജിന് പിന്തുണ കൊടുത്തതോട് കൂടിയിട്ട് ലവ് ജിഹാദ് വിഷയത്തില് PC ജോർജിനെതിരെ പരാതി കൊടുത്ത യൂത്ത് കോൺഗ്രസും മുസ്ലിം യൂത്ത് ലീഗൊക്കെ വാലും ചുരുട്ടി ഓടിയതായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PC ജോർജിനെതിരെ ആരും തന്നെ പോലീസ് സ്റ്റേഷൻ മാർച്ചുകൾ ലവ് ജിഹാദ് വിഷയത്തിലൊന്നും തന്നെ ഇപ്പോ നടത്തുന്നില്ല. മുസ്ലിം യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും സഭ രംഗത്തെത്തിയതോട് കൂടിയിട്ട് വാലും ചുരുട്ടി ഓടിയിരിക്കുന്നു എന്നുള്ളത് സകലരും തിരിച്ചറിഞ്ഞോളൂ. ഈ സഭ വളരെ കൃത്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടു തന്നെയാണ് PC ജോർജിന് പരസ്യമായ പിന്തുണ കൊടുത്തിട്ടുള്ളത്. സഭ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ലഹരിയും പ്രണയക്കണിയും ഭീകര യാഥാർത്ഥ്യങ്ങൾ സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ മാരക ലഹരി വിപത്തിനെതിരെ KCBC മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലായിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ശ്രീ PC ജോർജ് ലഹരി വ്യാപനത്തെക്കുറിച്ചും പ്രണയക്കെണികളെക്കുറിച്ചും ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വിലയിരുത്തി. അതിന്മേൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതും മതപരമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതും അപലപനീയമാണ്. ലഹരിയെക്കുറിച്ചും പ്രണയക്കെണികളെക്കുറിച്ചും അവ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ചും നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രണയക്കെണികൾ ഉണ്ടെന്ന് ഈയിടെ ഒരു പ്രമുഖ വാർത്താ ചാനലിനു നൽകിയ അഭിമുഖത്തിൽ ലഹരിയിൽ നിന്നു വിമോചിതനായ ഒരു യുവാവ് വെളിപ്പെടുത്തിയിരുന്നു. കൂടാതെ സംസ്ഥാനത്ത് വൻതോതിൽ സ്ഫോടക വസ്തു ശേഖരവും ആയുധങ്ങളും കണ്ടെത്തുന്ന സ്ഥിതിയും ആശങ്ക ജനിപ്പിക്കുന്നു. ഇവക്കുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുന്നു. മതരാഷ്ട്രവാദികളെ ഒറ്റപ്പെടുത്താനും ജനാധിപത്യത്തിന്റെ അന്തസത്ത സംരക്ഷിക്കാനും ജാതിമത ഭേദമന്യേ എല്ലാ പൗരന്മാർക്കും കടമയുണ്ട്. അതിനാൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ ന്യായീകരിക്കാതെ രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും പൗരന്മാരുടെ സമാധാന ജീവിതത്തെയും സംരക്ഷിക്കാൻ ഉതകുന്ന നിലപാടുകളാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത്. ശ്രീ PC ജോർജ് ഉന്നയിച്ച വിഷയങ്ങളിൽ ഇരകളായവരുടെയും കുടുംബങ്ങളുടെയും സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കിയുള്ള ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടുന്നു. സീറോ മലബാർ സഭ ഔദ്യോഗികമായിട്ട് തന്നെ PC ജോർജിന് പിന്തുണ കൊടുത്തിരിക്കുന്നു. PC ജോർജ് ഉന്നയിച്ച വിഷയങ്ങള് കൃത്യമായിട്ട് കേരള സർക്കാരുകളോട് അന്വേഷിക്കാൻ ഔദ്യോഗികമായിട്ട് അവര് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. PC ജോർജ് ഒറ്റക്കല്ല, ബോധമുള്ള ഒരു ജനത PC ജോർജിന് ഒപ്പമുണ്ടെന്ന് കൃത്യമായിട്ട് സഭ മുന്നോട്ട് വെക്കുന്നു. സഭ മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ജാതി മതഭേദമന്യേ ഒറ്റക്കെട്ടായിട്ട് തീവ്രവാദത്തിനെതിരെ ഇത്തരം വിഷയങ്ങൾക്കെതിരെ രംഗത്ത് വരണമെന്നുകൂടി സഭ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് PC ജോർജും ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതും കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ലഹരി വിപത്തിനെതിരെ സീറോ മലബാർ സഭ പാലായിൽ കല്ലറങ്ങാട്ടു പിതാവിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഞാൻ പ്രതിപാദിച്ച കാര്യങ്ങൾ ഇന്ന് കേരളത്തിൽ മാധ്യമ വിചാരണയും തൽപര കക്ഷികളുടെ നിയമ നടപടിയും നേരിട്ടുകൊണ്ടിരിക്കുന്നു. സഭയും സഭാപിതാക്കന്മാരും വൈദികരും സിസ്റ്റർമാരും ഔദ്യോഗികമായും അല്ലാതെയും പലതവണ വിശ്വാസികളെയും വേദപഠന ക്ലാസുകളിൽ കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അന്ന് ഞാൻ എൻ്റെതായ ശൈലിയിൽ അവതരിപ്പിച്ചത്. സമാനമായ കാര്യം പറഞ്ഞതിന്റെ പേരിൽ കല്ലറങ്ങട്ടു പിതാവ് നേരിട്ട അധിക്ഷേപങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. സഭയെയും സഭാമക്കളെയും നാരകീയ ശക്തികളിൽ നിന്ന് രക്ഷിക്കുവാൻ സഭാ നേതൃത്വം ശ്രമിക്കുമ്പോൾ അതിനെ അടിച്ചമർത്താൻ ആരെയും
അനുവദിക്കില്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ പറയാൻ എനിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല. ഒറ്റ തിരിഞ്ഞു ആക്രമിക്കുവാനുള്ള മാധ്യമങ്ങളുടെയും തൽപര കക്ഷികളുടെയും ശ്രമം നേരിടാനുള്ള തന്റെ ഇടം എനിക്ക് ഉണ്ട്. ക്രൈസ്തവ സഭയും ഔദ്യോഗികമായി തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നിർണായക സമയത്തു സഭയുടെ ഈ പിന്തുണ വിലമതിക്കാനാവാത്തതാണ്. സഭ നേതൃത്വത്തോടും പാലാ രൂപതയോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സമൂഹത്തെയും സമുദായത്തെയും ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ആരെയും പേടിക്കാതെ ധൈര്യപൂർവ്വം അഭിപ്രായ പ്രകടനം നടത്താൻ സഭ വിശ്വാസികളായ മറ്റു പൊതുപ്രവർത്തകർക്കും ഇതൊരു പ്രോത്സാഹനം ആവട്ടെ എന്നാശംസിക്കുന്നു. PC ജോർജ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. PC ജോർജ് വളരെ കൃത്യമായിട്ട് സമൂഹത്തെയും സമുദായത്തെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം ലഹരിക്കെതിരെ ഈ സ്ഫോടക വസ്തു ശേഖരവുമായി ബന്ധപ്പെട്ട് വലിയ വിഷയമാണ് മുന്നോട്ട് വെച്ചത്. ഇനി ലവ് ജിഹാദ് വിഷയം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങള് ഒരു രാഷ്ട്രീയ നേതാവ് ഗൗരവകരമായിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബോധമുള്ള ആളുകൾ എന്താണ് വിളിച്ചു പറയേണ്ടത്? അതിൻ്റെതായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ എന്നല്ലേ? അതേസമയം PC ജോർജും പറഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എന്താണ് നടന്നത്? PC ജോർജിനെ വളഞ്ഞിട്ട് ആക്രമിക്കുക. മാധ്യമങ്ങളായിക്കൊള്ളട്ടെ, ഇവിടെയുള്ള യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, SDPI ഇവരൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ പരാതി. SDPIയും യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒരു വിഷയത്തില് ഒരേപോലെ പരാതികൾ കൊടുക്കുന്നു. ഇതൊക്കെ ഗൗരവത്തിൽ ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. നമുക്കറിയാം SDPIയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ശക്തമായിട്ട് എതിർക്കുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാവാണ് PC ജോർജ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും SDPIക്ക് വലിയ ശത്രുതയുണ്ട് ഈ PC ജോർജിനോട്. അപ്പൊ ഈ SDPI എങ്ങനെയെങ്കിലും PC ജോർജിനെ ഒന്ന് ജയിലിൽ അടക്കാൻ ശ്രമിക്കുമ്പോൾ അതിനിവിടെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും വളം വെച്ചു കൊടുക്കുന്നുണ്ടോ? ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കേരളം കത്തിക്കാനുള്ളതിന് ഉള്ള തരത്തിൽ സ്ഫോടക ശേഖരമുണ്ട് എന്നൊക്കെ ഒരു രാഷ്ട്രീയ നേതാവ്, ഈരാറ്റുപേട്ടയുടെ സ്പന്ദനം അറിയുന്ന ഒരു നേതാവ് വിളിച്ചു പറയുമ്പോ ആ വിഷയത്തെ കുറിച്ച് പോലീസ് ഗൗരവത്തിൽ അന്വേഷിക്കണം എന്നല്ലേ യഥാർത്ഥ ബോധമുള്ള ആളുകളാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിലും യൂത്ത് ലീഗിലും ഒക്കെ സംഘടനാ നേതൃത്വത്തിലുള്ളത് എങ്കിൽ വിളിച്ചു പറയേണ്ടത് PC ജോർജ് പറഞ്ഞതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കട്ടെ. അതല്ലാതെ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുക. ഇത്തരം വളഞ്ഞിട്ട് ആക്രമിക്കുന്നവരോട് സഭ കൃത്യമായിട്ട് അവരുടെ നിലപാട് പറഞ്ഞിരിക്കുന്നു. PC ജോർജിനെ ചേർത്തു പിടിക്കുകയാണ്. ഇനി കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയും PC ജോർജിനെ ചേർത്തു പിടിക്കണം. നമുക്ക് തീവ്രവാദത്തെ എതിർത്തേ പറ്റൂ, നമുക്ക് ജിഹാദിസത്തെ എതിർത്തേ പറ്റൂ. ഇവിടെയുള്ള വിഷയങ്ങൾക്കെതിരെ, ഇത്തരം തീവ്ര നിലപാടുകൾക്കെതിരെ ശക്തമായിട്ട് ഓരോ മലയാളിയും എതിർത്തുകൊണ്ടേ ഇരിക്കണം.